നമസ്കാരം. ഞാൻ ഇന്ന് മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും അടക്കമുള്ള ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടാണ്. മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് ചെറിയപുഴി തീരത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഈ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും, എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന അമ്മച്ചി ഈ ഒരു മതില് കടന്ന് വേണം ഇപ്പുറത്തെ തീരത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ. അതുപോലെ തന്നെ ഈ അപ്പച്ചൻ ഒരു മത്സ്യത്തൊഴിലാളിയാണ്, പൊന്തുവള്ളത്തിൽ കടലിൽ പോകുന്ന ആളാണ്. ഈ അപ്പച്ചനും പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ ഈ മതിൽ ചാടി ഇറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ ഈ വീട് നിൽക്കുന്ന, ഈ മത്സ്യത്തൊഴിലാളിയുടെ വീട് നിൽക്കുന്ന ഈ വീടിനോട് ചേർന്ന് മറ്റൊരു വീട് കൂടി അപ്പുറത്തുണ്ട്. ഈ രണ്ട് വീടുകളുടെയും ചുറ്റുവട്ടത്തുള്ള സ്ഥലം ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു റിസോർട്ടിൻ്റെയാണ്. അപ്പോൾ അവരുടെ സ്ഥലം അവരത് സൂക്ഷിക്കുകയും മറ്റു കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ അവരുടെ അവകാശമാണ്. പക്ഷേ തൊട്ടടുത്ത് നിൽക്കുന്ന മത്സ്യത്തൊഴിലാളി കടലിലേക്ക് പോകണ്ട, അല്ലെങ്കിൽ വീടിന് പുറത്തേക്ക് ഇറങ്ങണ്ട എന്ന് ആർക്കോ ഒരു ധാർഷ്ട്യമുള്ളതുപോലെ തോന്നുന്നു. ആ ധാർഷ്ട്യത്തിൻ്റെ ഒരു മതിലാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്, അല്ലേ വിട്ടുകേട്ടെ? അതെ. അപ്പോൾ അത് നമ്മളിതൊരു നിയമപരമായി നമ്മളിതിൻ്റെ ഒരു കാര്യങ്ങളൊന്ന് പരിശോധിച്ച് ഒരു പഠനം നടത്തിയതിന് ശേഷം നിയമ നടപടിയുമായി മുമ്പോട്ട് പോകും. പിന്നെ നിയമത്തിൻ്റെ നൂലാമാലകൾപ്പെട്ട് ഇനിയും ഒരുപാട് തടസ്സങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ മറ്റ് പല കാര്യങ്ങളും, മാനുഷികപരമായ പല കാര്യങ്ങളും നമുക്കിതിൽ ചെയ്യേണ്ടി വരും. അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മത്സ്യത്തൊഴിലാളിയുടെ സഞ്ചാര സ്വാതന്ത്ര്യവും കടലിൽ പോയി പണിയെടുത്ത് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അതൊരു മൗലിക അവകാശമാണ്. അതെല്ലാവരുടെയും അവകാശമാണ്. അത് ലംഘിക്കുന്ന ആരാണെങ്കിലും അവർക്ക് എന്തൊക്കെ സ്വാധീനമുണ്ടെങ്കിലും അതിനെ നേരിടാൻ പ്രതിജ്ഞാബദ്ധമായി നമ്മളുണ്ടാവും. ഈ രണ്ട് കുടുംബങ്ങളിലെ ബുദ്ധിമുട്ടാണ് പ്രധാനമായും ഇവിടെ മനസ്സിലാക്കിയത്. ഇതിനേക്കാൾ വലിയ ഗുരുതരമായ പല പ്രതിസന്ധികളും തീരദേശത്തുണ്ട്. അത് പഠിച്ച് അത് പരിഹരിച്ച് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി സമൂഹത്തെ കൃത്യമായി സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം വരുന്ന ഗവൺമെന്റിനുണ്ട്. ആ ഗവൺമെന്റ് അത് നന്നായി ചെയ്യും. അതിനുവേണ്ട ഇടപെടലുകൾ നമ്മൾ നടത്തും. അതിന് തദ്ദേശ സ്ഥാപനത്തെയും ഇവിടുത്തെ ആദരണീയരായ എല്ലാ ജനപ്രതിനിധികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും. ഇന്ന് ആദ്യത്തെ ഒരു സന്ദർശനം എന്ന നിലയിൽ വളരെ പെട്ടെന്ന് വാർത്ത കണ്ട് ഇവിടെ എത്തിയതാണ്. അതിനുശേഷം ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറോടും തദ്ദേശ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരോടും ഒക്കെ ആലോചിച്ചതിന് ശേഷം നമുക്കൊരു നടപടിയിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. എന്തു തന്നെ ആയാലും നമ്മുടെ ജീവനുള്ള കാലത്തോളം പണിയെടുത്ത് ജീവിക്കുന്ന ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ നമ്മൾ അനുവദിക്കില്ല. അത് ഏത് തൊഴിൽ മേഖലയിലായിക്കൊള്ളട്ടെ, പ്രത്യേകിച്ച് മത്സ്യമേഖലയിൽ. ഇപ്പം നമുക്കറിയാം, ഈ കടൽ തീരത്ത് എല്ലാ ഭീഷണിയും നേരിട്ട് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളി കുടുംബമാണ്. അവരും പുറത്തുകൂടി ഇറങ്ങണ്ട, പണിക്കും കൂടി പോകണ്ട എന്നൊക്കെ ആരെങ്കിലുമൊക്കെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വെച്ച് മുറപ്പിക്കില്ല. അപ്പോൾ ഇതൊന്ന് നിയമപരമായി നോക്കട്ടെ വിട്ടേട്ടാ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ടേ നമുക്ക് അടുത്തൊരു നടപടിയിലേക്ക് പോകാം. ഒരു ഫോൺ വിളിച്ചാൽ അതിനപ്പുറത്ത് നമ്മളുണ്ട്. എന്തുണ്ടെങ്കിലും വിളിക്കാം, എന്തിനും വിളിക്കാം.